മദ്ഹബ് എന്ന വാക്കിന്റെ മീനിങ് എന്താ? അൽ മദ്ഹബു മാ ദഹബ ഇലൈഹിൽ ഇമാമു. ഇതാണ് കർമ്മശാസ്ത്ര നിദാന ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അൽ മദ്ഹബു മാ ദഹബ ഇലൈഹിൽ ഇമാമു. ഇമാമു പോയ ഇടം, ഇമാമ് ചെന്നെത്തിയ ഭാഗം, അഥവാ അള്ളാഹുവിന്റെ കിതാബും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിലും പരിപൂർണമായ അവഗാഹമുള്ള ഇമാമിന്റെ വീക്ഷണം, ഇതാണ് മദ്ഹബിനർത്ഥം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു മറുചോദ്യമുണ്ടാകും. എന്താ ചോദ്യം? അള്ളാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും വളരെ സ്പഷ്ടമായി വ്യക്തമായി നമുക്ക് മുന്നിലുണ്ടായിരിക്കെ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ട ഗ്രന്ഥമായി നിലനിൽക്കെ, പിന്നെന്തിനാണൊരു ഇമാമിന്റെ വീക്ഷണത്തിന്റെ പിറകെ പോകുന്നത്? ന്യായമായ ചോദ്യം. അള്ളാഹുവിന്റെ കിതാബും സുന്നത്തും വളരെ വ്യക്തമായി നമുക്കിടയിൽ ഉണ്ടായിരിക്കെ പിന്നെന്തിനാണൊരു ഇമാമിന്റെ വീക്ഷണത്തിന്റെ പിറകെ പോകുന്നത്? ഈ ചോദ്യത്തിന്റെ മുന്നിലാണ് സാധാരണക്കാരായ ആളുകൾ നിസ്സഹായരായി നിൽക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കലാം ആശയസാഗരമാണ്. അത് ലോകത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ തികച്ചും അമാനുഷികമാണ്. ആശയങ്ങളുടെ കാര്യത്തിൽ അത് അത്ഭുതങ്ങളുടെ കലവറയാണ്. ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും പരിപൂർണമായി പ്രാപിക്കാനാകാത്ത അത്ഭുതങ്ങളാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ തോന്നും വിധത്തിൽ വളരെ എളുപ്പത്തിൽ അങ്ങനെ ഗ്രഹിക്കാനൊന്നും പറ്റൂല. ഇങ്ങനെ പറയുമ്പോൾ ഒരു ആയത്ത് ഓതാൻ സാധ്യതയുണ്ട്. ഏതാ ആയത്ത്? വലഖദ് യസ്സർനൽ ഖുർആന ലിസ്സിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്തുൽ ഖമറിൽ 2 ഭാഗത്ത് അല്ലാഹു പറയുന്നു, വലഖദ് യസ്സർനൽ ഖുർആന ലിസ്സിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, ലളിതമാക്കിയിരിക്കുന്നു. ഉത്ബോധനത്തിന്റെ കാര്യത്തിൽ ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. അതുകൊണ്ട് ആരാണ് ഈ ഉപദേശം സ്വീകരിക്കാനുള്ളത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തന്നെ ഇത്. വലഖദ് യസ്സർനൽ ഖുർആന, തീർച്ചയായിട്ടും ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. എന്തിന്? ലിസ്സിക്ർ. ലിസ്സിക്ർ, അതിലുള്ള ഉപദേശം ഗ്രഹിക്കാൻ, അതിലുള്ള ഉപദേശം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ ഖുർആനിനെ എളുപ്പമാക്കിയിരിക്കുന്നു. എന്നുവെച്ചാൽ ദിശാബോധമില്ലാതെ തപ്പിത്തടയുന്ന മാനവർക്ക്, ജീവിതത്തിന് ലക്ഷ്യം കാണാതെ നട്ടം തിരിയുന്ന മാനവർക്ക് വിശുദ്ധ ഖുർആൻ സൽസരണി കാണിച്ചു കൊടുക്കും. വിശുദ്ധ ഖുർആൻ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കും. അക്കാര്യത്തിൽ ഖുർആൻ എളുപ്പമാണ്. ദിശാബോധം കിട്ടും ഖുർആന്റെ ഒപ്പം കൂടിയാൽ. എന്നല്ലാതെ ഖുർആനിന്റെ ആശയങ്ങൾ എല്ലാം വളരെ കൃത്യമായി പൂർണ്ണമായി എല്ലാവർക്കും, സാധാരണക്കാർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനാകും എന്ന് ഈ ആയത്ത് കൊണ്ടൊരിക്കലും അർത്ഥമില്ല. എന്തുകൊണ്ട്? ഈ ആയത്ത് പഠിപ്പിച്ച ഖുർആൻ തന്നെ പറയുന്നു, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. സൂറത്തുൽ മുസ്സമ്മിൽ 5-ാമത്തെ വചനം. എളുപ്പമാണ് ഖുർആൻ എന്ന് പറഞ്ഞ ഖുർആൻ തന്നെ പറയാണ് ഖുർആനെ കുറിച്ച്, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. നബിയെ, അങ്ങേക്ക് നാം ഇറക്കിത്തരുന്ന ഈ വചനങ്ങൾ ഖൗലൻ സഖീലാ, ഭാരിച്ച വചനങ്ങളാണ്, ഭാരമേറിയ വചനങ്ങളാണ്. സഖീൽ, ഭാരമേറിയതാണ്, വലിയ ഭാരമുള്ള വചനങ്ങളാണ്, കിൻഡൽ കണക്കിന് വെയിറ്റ് ആണ്.
ഈ ആയത്തിന്റെ വിശദീകരണം ഹദീസിൽ നോക്കൂ. എന്താ ഖുർആന്റെ വെയിറ്റ്? എന്താണ് ഖുർആനിന്റെ ഭാരം? ഹദീസിൽ കാണാമല്ലോ, വഹി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടായിരുന്ന പ്രകടനങ്ങൾ. പ്രസിദ്ധ സ്വഹാബിയായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ പുണ്യ ഹബീബും ഞാനും ഒരിടത്തിരിക്കുകയാണ്. ഹബീബിന്റെ കാല് എന്റെ കാലിന് മുകളിലാണുള്ളത്. അപ്പോഴാണ് വഹി വന്നത്. വഹി വന്ന സമയത്ത് ഹബീബിന്റെ പാദങ്ങൾക്ക് ഭാരമേറിയിട്ട്, എന്റെ കാലിന്റെ മീതയാണല്ലോ പുണ്യനബിയുടെ കാലുകളുള്ളത്, എന്റെ കാലിന് മുകളിൽ കയറ്റിവെച്ച കാലുകളിൽ ഭാരം എത്രത്തോളം, എന്റെ കാലുകൾ ഒടിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നി. വല്ലാതെ എനിക്ക് വേദനിച്ചു. വഹി വന്ന സമയത്ത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം ബുഖാരിയും മുസ്ലിമും നസായിയും തുർമുദിയും എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. അറേബ്യയുടെ കൊടും ശൈത്യത്തിൽ രാത്രികളിൽ, ഇവിടത്തെ തണുപ്പും ചൂടൊന്നുമല്ല, അറേബ്യയിൽ അതൊക്കെ ഒരുപാട് കൂടുതലാണ്. മദീനയിലെ കൊടും തണുപ്പ്, കമ്പിളിയില്ലാതെ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെ കിടുകിടാ വിറക്കുന്ന അതിശൈത്യകാലത്ത് രാത്രികളിൽ നബി തങ്ങൾക്ക് വഹി വരുമ്പോൾ നെറ്റിത്തടം വിയർത്തിട്ട് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞിട്ട് വിയർപ്പിങ്ങനെ ഒഴുകി വരും. വഹിയിന്റെ ഭാരം. ഒട്ടകപ്പുറത്ത് ഹബീബ് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് വഹി വരുന്ന സമയത്ത് സഹാബത്ത് പറയുന്നു, വഹിയിന്റെ ഭാരം കാരണത്താൽ ഒട്ടകത്തിന്റെ മാറ് ആ മണലാരുണ്യത്തിലേക്ക് താഴ്ന്ന് നിലത്ത് തട്ടും. ഒട്ടകത്തിന്റെ മാറുഭാഗം മണലിൽ കുത്തും. വഹി അവസാനിക്കുന്നത് വരെ ഒട്ടകത്തിന് ചലിക്കാനോ നടക്കാനോ സാധ്യമല്ലാത്ത വിധം വഹിയിന്റെ ഭാരം ഏറ്റിട്ട് ഒട്ടകത്തിന് അനങ്ങാൻ പറ്റാതെ നിൽക്കും. ഇതൊന്നും ആർക്കും തർക്കമുള്ള വിഷയമല്ല. മുസ്ലിം ലോകത്തൊരു സംഘടനക്കും തർക്കമുള്ള വിഷയമല്ല. ഖുർആന് ഭാരമാണ്. ഖുർആൻ മുഅ്ജിസത്താണ്. ഖുർആനിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഈ ഖുർആൻ തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്തുന്നത് പ്രവിശാലമായ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ മഷിയാക്കി എഴുതിയാലും ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി, അത്ര തന്നെ കൊണ്ടുവന്ന് എഴുതിയാലും തീരൂല. ഇതാ ഖുർആൻ. അതുകൊണ്ട് മലയാള പരിഭാഷ വായിച്ചോളൂ, ചരിത്രങ്ങൾ, ഖുർആനിക ചരിത്രങ്ങൾ പഠിച്ചോളൂ, ഖുർആനിലുള്ള വിധികൾ ഗ്രഹിച്ചോളൂ, ഖുർആനിലുള്ള തത്വങ്ങൾ പഠിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഖുർആൻ എന്നാൽ ഞാൻ ഈ വായിച്ച മലയാള പദങ്ങളാണെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭീമാബദ്ധമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന വസ്തുത പ്രിയമുള്ളവർ മനസ്സിലാക്കണം. ഞാൻ ഈ വായിച്ച പരിഭാഷയാണ് ഇപ്പൊ ഈ ഖുർആന്റെ ആശയം, അത്രേ ഉള്ളൂ എന്നാരെങ്കിലും മനസ്സിലാക്കിയാൽ അവരേറ്റവും വലിയ പൊട്ടത്തെറ്റാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കെങ്ങനെയാ ഖുർആൻ കിട്ടുക? എങ്ങനെ ലോകത്തിന് ഖുർആൻ കിട്ടിയത് എങ്ങനെയാ? വഅൻസൽനാ ഇലൈക്കൽ ദിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. അല്ലാഹ് പറഞ്ഞു ഖുർആനിലൂടെ, നാം അങ്ങേക്ക് ഈ ദിക്ർ, ഈ ഖുർആൻ ഇറക്കിയത് അങ്ങ് വിശദീകരിച്ചു കൊടുക്കാനാണ്. കിതാബാണ് കൊടുത്ത് അങ്ങ് മാറി നിൽക്കാൻ പറ്റൂല. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവർക്ക് വേണ്ടി അവതീർണമായത് താങ്കൾ ബയാൻ ചെയ്തു കൊടുക്കണം, എങ്കിലേ അവർക്ക് തിരിയുള്ളൂ. അങ്ങനെ സ്വഹാബത്തിന് എങ്ങനെ ഖുർആൻ കിട്ടി? അള്ളാന്റെ ഹബീബ് നീണ്ട 23 വർഷങ്ങളിൽ ഘട്ടം ഘട്ടമായി യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, തിയറി ആൻഡ് പ്രാക്ടിക്കലാക്കി അവർക്ക് വസ്തുനിഷ്ഠമായി ബയാൻ ചെയ്തു കൊടുത്തു. അവർ ഗ്രഹിച്ചു. മഹത്തുക്കളായ സ്വഹാബത്ത് അവരുടെ അടുത്ത തലമുറയായ താബിഉകൾക്ക് പുണ്യനബിയിൽ നിന്ന് പഠിച്ചത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. താബിഉകളിലെ ഇമാമുകൾ, മദ്ഹബിന്റെ ഇമാമുകളുടെ ആവിർഭാവം താബിഉകളുടെ കാലത്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവർ സ്വഹാബത്തിൽ നിന്ന് ഖുർആൻ പഠിച്ചത്, നബിയിൽ നിന്ന് സ്വഹാബത്ത് പഠിച്ചത് സ്വഹാബത്ത് താബിഉകൾക്ക് പകർന്നു കൊടുത്തു. അവർ താബിഉകൾ അതിന്റെ ചൈതന്യങ്ങൾ ചോർന്നു പോകാതെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും തബഉ താബിഉകൾക്ക് കൈമാറുകയും ചെയ്തു. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, 14 നൂറ്റാണ്ടായി.
തലമുറ തലമുറ കൈമാറി പൈതൃകവും പാരമ്പര്യവുമായിട്ട് നമുക്ക് ഖുർആൻ കിട്ടി. ഖുർആൻ എങ്ങനെയാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്? ഒരു മലയാള പരിഭാഷ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പരിഭാഷ നോക്കിക്കൊണ്ട് അതുമാത്രം അവലംബമാക്കി ഞാനും നിങ്ങളും ഖുർആൻ പഠിച്ചാൽ പിഴച്ചു പോകും, ഒരു തർക്കവുമില്ല. പിന്നെങ്ങനെ പഠിക്കണം? മുൻഗാമികളായ പൗരാണിക മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, സ്വഹാബത്ത് പറഞ്ഞ അർത്ഥം, നബി വിശദീകരിച്ച വിശദീകരണം ഉൾക്കൊള്ളിച്ച് പൗരാണിക മുഫസ്സിറുകൾ, മഹത്തുക്കളായ ഇമാമുകൾ രേഖപ്പെടുത്തിയത് അതുകൂടെ അവലംബിച്ച് ഖുർആൻ പഠിക്കുമ്പോഴാ ഖുർആൻ ശരിയാവുള്ളൂ. കേരളത്തിലെ വന്യവയോധികരായ ഒരു പണ്ഡിതൻ, ഞാൻ പേര് പറയുന്നില്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. ആ പണ്ഡിതൻ ഒരു ഉദാഹരണം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ പ്രസംഗ മധ്യേ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, മക്കളെ, നമുക്കൊക്കെ ഖുർആൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കിട്ടുക? പൂച്ചക്ക് മീൻ കിട്ടുന്നത് പോലെയാണ്. ഒരു നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു. പൂച്ചക്ക് മീൻ കിട്ടുന്നത് പോലെ നമുക്ക് ഖുർആൻ കിട്ടുക. എങ്ങനെ പൂച്ചക്ക് മീൻ കിട്ടുന്നത്? കടലോര മേഖലയിൽ താമസിക്കുന്ന മുക്കുവന്മാർ കടലിലേക്ക് ബോട്ടിലും വഞ്ചിയിലൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് ആഴക്കടലുകളിൽ വല വീശി അവരുടെ വലക്കകത്ത് മീൻപെട്ട് അവർ പിടിച്ച് കരയിലേക്ക് അടുപ്പിച്ച് മൊത്ത വ്യാപാരികൾക്ക് മൊത്തത്തിൽ വിറ്റിട്ട് ആ വ്യാപാരികൾ അടുത്ത കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് അവർ അടുത്ത കച്ചവടക്കാർക്ക് കൈമാറിയിട്ട് അങ്ങനെ ഒരുപാട് ആളുകൾ കൈമാറി നമ്മുടെ മാർക്കറ്റിൽ, മീൻ മാർക്കറ്റിലെത്തുന്നു. നമ്മൾ പോയി വാങ്ങിക്കുന്നു. അല്ലെങ്കിലോ വാഹനത്തിലോ തലച്ചുമടായിട്ടോ മീൻ കച്ചവടക്കാർ നമ്മുടെ വാതിൽക്കൽ വരുന്നു, നാം പൈസ കൊടുത്ത് മീൻ വാങ്ങുന്നു. വീട്ടിലുള്ള നമ്മുടെ സഹോദരിമാർ, കുടുംബിനികൾ മീൻ വൃത്തിയാക്കുമ്പോൾ, ഡ്രസ്സ് ചെയ്യുമ്പോൾ, അത് നന്നാക്കുമ്പോൾ പൂച്ച വരും. അപ്പൊ പൂച്ചക്ക് ഒന്ന് കൊടുക്കും, അല്ലെങ്കിൽ അതിന്റെ കാട്ടം കൊടുക്കും, അല്ലെങ്കിൽ തല കൊടുക്കും. ഇങ്ങനെ പൂച്ചക്ക് മീൻ കിട്ടുന്നത്. അപ്പോൾ ഒരു പറ്റം വിഘടനവാദികളായ പൂച്ചകൾ തീരുമാനിച്ചു, ഇത് പറ്റൂല, ഇങ്ങനെ ഈ ആളുകൾ കൈമാറി കൈമാറി നമ്മൾ ഇങ്ങനെ ക്യൂ നിന്ന് വായിൽ വെള്ളമൊലിപ്പിച്ച് നോക്കി നിൽക്കുമ്പോഴല്ലേ ഈ സാധനം കിട്ടുന്നത്, നമുക്ക് ഇവർക്ക് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇവണ്ട് എടുക്കാം എന്നും പറഞ്ഞിട്ട് വിഘടനവാദി പൂച്ചകൾ ബഹറിൽ ചാടിയാൽ പൂച്ചകൾക്ക് മീൻ കിട്ടുമോ? മീൻ കിട്ടുമോ? പൂച്ചകൾക്ക് മീൻ കിട്ടില്ല. എന്താ കിട്ടുക? ഹലാക്ക് കിട്ടും. ഇതുപോലെ അല്ലാഹുവിന്റെ കലാം അത് മുഅ്ജിസത്താണ്. കലാമുല്ലാഹിൽ ഖദീം അൽ മുനസ്സഹു അനിൽ ഹുറൂഫി വസ്സൗത്ത്, ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അമാനുഷിക ഗ്രന്ഥമാണ് ഖുർആൻ. ഓരോരുത്തരുടെയും പാത്രത്തിന്റെ അളവനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടും. ഈ ഖുർആൻ എന്ന് പറയുന്ന സമുദ്രത്തിൽ നിന്ന് മുക്കിയെടുക്കാൻ പോകുന്ന എൻ്റെ കയ്യിലുള്ളത് 1 ലിറ്റർ പാത്രമാണെങ്കിൽ എനിക്കതിൽ മുക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളതൊരു ബക്കറ്റാണെങ്കിൽ നിങ്ങൾക്കതിൽ നിറച്ചു കൊണ്ടുവരാം. നിങ്ങളുടെ ഹൃദയ വിശാലതക്കനുസരിച്ച്, ഈമാനികമായ തൗഫീഖിനനുസരിച്ച്, ഇലാഹിയായ ഓശാരത്തിനനുസരിച്ച്, അള്ളാഹുവിന്റെ ഹിബത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഖുർആനിൽ നിന്ന് കിട്ടും. ഇത് കിട്ടുന്ന രീതി അള്ളാഹുവിന്റെ കലാം കൈകാര്യം ചെയ്യാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയ ഇമാമുകൾ, മഹത്തുകൾ, ഹുമ്മാലുൽ ഖുർആൻ, ഖുർആൻ വാഹകരായ ആളുകളെയാണ് നമുക്ക് ആവശ്യം. മുത്ത് റസൂൽ ഖുർആൻ വാഹകരായിരുന്നു. മഹദി ആയിഷ ബീവി പറഞ്ഞു, ഖുർആൻ എന്ന് പറഞ്ഞാല് അത് ഞങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ഗ്രന്ഥമൊന്നുമല്ല. കാന ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം തന്നെയായിരുന്നു ഖുർആൻ. അവിടുത്തെ നേച്ചറായിരുന്നു ഖുർആൻ. ഖുർആനിന്റെ വാഹകരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ വാഹകരായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ വാഹകരായിരുന്നു. നമ്മളും ഖുർആന്റെ വാഹകരാകണം. ഖുർആന് കല്ലിലോ എല്ലിലോ തോലിലോ കടലാസിലോ അല്ല അവതരിച്ചത്. എവിടെ അവതരിച്ചത്? ഖുർആൻ തന്നെ പറയട്ടെ. എവിടെ ഇറങ്ങിയത്? على قلبك لتكون من المنذرين نزل به الروح الأمين. റൂഹുൽ അമീനായ ജിബ്രീൽ അലൈഹിസ്സലാം ഈ ഖുർആനും കൊണ്ട് ഇറങ്ങി വന്നു. അലാ ഖൽബിക, അലാ ഖൽബിക, അങ്ങയുടെ ഹൃദയത്തിലേക്കാ വന്നത്. അവിടെയാ ഖുർആൻ ഇറക്കിയത്.
ലിതകൂന മിനൽ മുൻദിരീൻ. അങ്ങേക്ക് കൽബിൽ കിട്ടിയ ഖുർആൻ അങ്ങ് സ്വഹാബത്തിന്റെ കൽബിലേക്ക് സപ്ലൈ ചെയ്യാ. കൽബിലാണ് ഖുർആൻ ഇറങ്ങേണ്ടത്. ഡോക്ടർ അല്ലാമ ഇഖ്ബാൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, തേരെ ജമീർ പേ ജബ് തക് ന ഹോ നുസൂലെ കിതാബ് ഗിരഹ് ഗുശാഹേന റാസീന സാഹിബേ കശാഫ്. മോനെ, നിന്റെ ഹൃദയത്തിലേക്ക് അള്ളാന്റെ കലാമ് വന്നിട്ടില്ലെങ്കിൽ നീ റാസി, വിശ്വപ്രസിദ്ധ തഫ്സീർ ഗ്രന്ഥമായ റാസി അല്ലെങ്കിൽ കശാഫ് അല്ലെങ്കിൽ മലയാള പരിഭാഷ 1000 തവണ വായിച്ച് 10,000 തവണ ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ നേരെ ആശയം ഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല മോനെ. നിന്റെ കൽബിലേക്ക് ഖുർആൻ വരണം. ആരെ കൽബിലാ ഖുർആൻ കിട്ടുക? ഈ കച്ചറയുടെ കുപ്പത്തൊട്ടിലായ കിബിറിന്റെ, ഹസദിന്റെ, ഗീബത്തിന്റെ, നമീമത്തിന്റെ, ആർത്തിയുടെ, അഹങ്കാരത്തിന്റെ, അസൂയയുടെ, കാമത്തിന്റെ, ദമ്പത്തിന്റെ, ദർഭത്തിന്റെ വിളനിലമായ കുപ്പത്തൊട്ടിലായ വൃത്തികെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ കൽബെങ്കിൽ എന്താ അള്ളാഹു പറഞ്ഞത്? ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. പരിശുദ്ധർക്കല്ലാതെ ഇത് തൊടാൻ കിട്ടൂല. പരിശുദ്ധനായ അള്ളാഹു പരിശുദ്ധ മലക്ക് മുഖേന പരിശുദ്ധ പ്രവാചകരുടെ കൽബിലേക്ക് അള്ളാഹു സപ്ലൈ ചെയ്തു അള്ളാഹുവിന്റെ കലാം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. പരിശുദ്ധരല്ലാത്ത ആർക്കും തന്നെ ഇത് തൊടാൻ സാധ്യമല്ല. ഇപ്പൊ ഖുർആനിന്റെ വാഹകനാകണോ? നിന്റെ മനസ്സ് നീ സംശുദ്ധമാക്കണം. ഖുർആനിന്റെ വാഹകനാകാൻ, ഖുർആൻ നിന്റെ കൽബിലേക്ക് വെത്തണമെങ്കിൽ മനസ്സ് സംശുദ്ധമായി അള്ളാഹുവിലേക്ക് തവജ്ജുഹായി പൗരാണിക മുഫസ്സിറുകൾ, മുത്തുനബി പഠിപ്പിച്ച സ്വഹാബത്തിന്റെ വാക്കുകൾ, ഉദ്ധരണികൾ അത് യഥാവിധി പഠിച്ച് ഗ്രഹിച്ച് ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് ഖുർആനിന്റെ വാഹകരാകാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഖുർആനിൽ പറയാത്ത എന്താ ഉള്ളത്? ഖുർആനിൽ പറയാത്ത എല്ലാം പറഞ്ഞിട്ടില്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ലേ? വനസ്സൽനാ ഇലൈക്കൽ കിതാബ് തിബിയാനൻ ലികുല്ലി ശൈഇ വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. സൂറത്ത് നഹ്ലിൽ കാണാം, വനസ്സൽനാ ഇലൈക്കൽ കിതാബ. നബിയെ, അങ്ങേക്ക് നാം ഈ കിതാബ് ഇറക്കി തന്നത്, ഖുർആൻ ഇറക്കി തന്നത് തിബിയാനൻ ലികുല്ലി ശൈഇ, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ്. തിബിയാനൻ ലികുല്ലി ശൈഇ എന്നാ പറഞ്ഞത്. കുല്ലി ശൈഇ എന്ന് പറഞ്ഞ എല്ലാ വസ്തുക്കളും. ഇന്നത്തെ നമ്മുടെ IT കുറിച്ച് വരെ സൂചന വരണം. മോഡേൺ സയൻസ് കാലാന്തരങ്ങളിൽ കണ്ടെത്തിയതും ഇനി കണ്ടെത്താനിരിക്കുന്നതുമായ സകലമാന കാര്യങ്ങളെക്കുറിച്ചുമുള്ള സൂചന ഖുർആനിൽ നിന്ന് കിട്ടിയേ മതിയാകൂ. കാരണം തിബിയാനൻ ലികുല്ലി ശൈഇ, തിബിയാനൻ ലികുല്ലി ശൈഇ, എല്ലാ കാര്യത്തിന്റെയും വിവരണം ഉണ്ട് നബിയേ. വഹുദൻ, അത് വഴികാട്ടും. വറഹ്മതൻ, ആ ഖുർആൻ അനുഗ്രഹമാണ്. വബുശ്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് പരമാനന്ദമാണ്, സന്തോഷമാണ് ഖുർആൻ. എന്ത് സന്തോഷാ ഖുർആൻ കൊണ്ട് കിട്ടിയിട്ടുണ്ടോ? ഖുർആൻ കൊണ്ട് സന്തോഷം കിട്ടാത്ത ആരൊക്കെയുണ്ട് ഇവിടെ? ഒറ്റെണ്ണം മുഅ്മിനല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വബുശ്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഖുർആൻ സന്തോഷമാണ്. ഈ ആയത്ത്, ഇതിന്റെ അർത്ഥം സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്നൽ ഖുർആന, തീർച്ചയായിട്ടും ഖുർആൻ, ഇഷ്തമല അലാ കുല്ലി ഇൽമിൻ നാഫിഇൻ, ഉപകാരപ്രദമായ എല്ലാ വിജ്ഞാനവും ഖുർആനിൽ ഉണ്ട്. ഉപകാരപ്രദമായ എല്ലാ വിജ്ഞാനവും ഖുർആനിൽ ഉണ്ട്. മിൻ ഖബരി മാ സബഖ, പൗരാണിക ചരിത്രം, അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉണ്ട്. വ ഇൽമി മാ സയഅതി, ഇനി വരാനിരിക്കുന്ന കാലത്തുള്ള വിജ്ഞാനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. വ ഇൽമി മാ യഅതി സയഅതി വമൻ നാസു ഇലൈഹി മുഹ്താജൂന ഫീ അംരി ദുനിയാഹും വദീനിഹിം വമആശിഹിം. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ താഴെ കൊടുത്ത വിശദീകരണം, സ്വഹാബി പറഞ്ഞു, എല്ലാ ഇൽമും ഇതിലുണ്ട്.
വമന്നാസു ഇലൈഹി മുഹ്താജൂന, ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. ഏതൊക്കെ ആവശ്യം? ഫി അംരി ദുന്യാഹും, അവരെ കച്ചവടത്തിന്റെ കാര്യം. പ്ലൈവുഡ് ഫാക്ടറി എങ്ങനെ കൊണ്ടുപോകണം? പരിസ്ഥിതി പ്രശ്നം കൊണ്ട് കമ്പനിയൊക്കെ പൂട്ടിയപ്പോൾ എങ്ങനെ ഇതിന് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ട്? പരിസ്ഥിതിവാദികൾ ഇതിനെതിരെ ഉപവാസം കിടന്നപ്പോൾ എങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗം ഖുർആനിലുണ്ട്. ആരാ പറഞ്ഞത്? സ്വഹാബി വര്യൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ അർത്ഥം ഫീ അംരി ദുന്യാഹും വദീനിഹിം വമആശിഹിം, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, ദുന്യാവിന്റെ കാര്യങ്ങൾ, ആഖിറത്തിന്റെ കാര്യങ്ങൾ, ദീനിന്റെ കാര്യങ്ങൾ എല്ലാം ഖുർആൻ സ്പഷ്ടമായി പറയുന്നു, അല്ലെങ്കിൽ സൂചനയുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഖുർആനിന് 5 വക്ത നിസ്കാരം ബുദ്ധിയുള്ള ചിലർക്ക് കിട്ടിയില്ല. എല്ലാം പറഞ്ഞ ഖുർആനാണ്. ഈ ഖുർആനിന് 5 നേരത്തെ നിസ്കാരമുണ്ട് എന്ന് ബുദ്ധി യുക്തിയുള്ള ചില ആൾക്കാർക്ക് കിട്ടിയില്ല. എന്താ കിട്ടാതായത്? നല്ലേ ഖുർആൻ പറയാത്ത ഒഴിച്ച വല്ലതുണ്ട്? ഒന്നുമില്ല. ഇമാമുന ശാഫിഈ റഹിമഹുല്ല പറയുന്നുണ്ട്, മാമിൻ ഹാദിസത്തിൻ വഖഅത് ഔ സതഖഉ, ലോകത്ത് പുതുതായി ഹബീബിന്റെ വഫാത്തിനു ശേഷം ഖുർആൻ അവതരിച്ച് നിന്നതിനു ശേഷം, ഖുർആനിന്റെ അവതരണം പൂർണ്ണമായതിനു ശേഷം ഏതൊക്കെ പുതുപുത്തൻ കാര്യങ്ങൾ ഉണ്ടായോ, ഉണ്ടാകാനിരിക്കുന്നുവോ, ഇല്ലാ ഫീ കിതാബില്ല, എല്ലാം അല്ലാഹുവിന്റെ കിതാബിലുണ്ട്. പക്ഷേ അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, തിരിഞ്ഞവർക്ക് തിരിഞ്ഞു, അല്ലാത്തവർ നട്ടം തിരിഞ്ഞു. തിരിഞ്ഞവർക്ക് തിരിഞ്ഞു, അല്ലാത്തവരൊക്കെ നട്ടം തിരിയാണ്. ഇപ്പൊ ഇതാണ് ഖുർആന്റെ കാര്യം. എന്നിട്ട് ഫാഇലിന്റെ ഇഅ്റാബ് റഫ്ആൻ എന്നുള്ള ഗ്രാമർ പഠിക്കാതെ, അറബി സാഹിത്യത്തിന്റെ ബാലപാഠം പോലും എത്തി നോക്കാതെ, പ്രിയമുള്ള കൂട്ടുകാരാ, ഖുർആനിന്റെ അർത്ഥവും അതിൻ്റെ സാധ്യതകളും ആശയങ്ങളും നിനക്ക് പിടികിട്ടാൻ പ്രയാസമാണ്. ആ മേഖലയിൽ അങ്ങ് അലിഞ്ഞു ചേരണം, ആഴങ്ങളിലേക്ക് ഊളിയിട്ട് മുങ്ങിപ്പോകണം. എന്നാൽ തന്നെ എന്താ കിട്ടുക? ആ കിട്ടുന്നതിനൊരു പരിധിയുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് മാത്രമാണ് ഖുർആൻ ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ഇതാ ഖുർആന്റെ അവസ്ഥ. ഇനി ഹദീസോ? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, നിഷിദ്ധമായ കാര്യം വ്യക്തമാണ്, അനുവദനീയമായ കാര്യങ്ങളും വ്യക്തമാണ്. ഹലാല് വ്യക്തം, ഹറാമു വ്യക്തം. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ, ഈ ഹറാമിന്റെയും ഹലാലിന്റെയും ഇടയിൽ അവ്യക്തമായ നിഗൂഢമായ ചില സംഗതികളുണ്ട്. ആരാ പറയണേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്നുള്ള ഹദീസാ? ബുഖാരി എന്നുള്ള ഹദീസാ. മുസ്ലിമിലും അതുണ്ട്. ഹലാല് വ്യക്തം, ഹറാമു വ്യക്തം, സ്പഷ്ടം, സുവ്യക്തം. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ, ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ചില അവ്യക്തമായ കാര്യങ്ങളുണ്ട്. ലാ യഅലംഹുന്ന കസീറും മിനന്നാസ്, കൂടുതൽ ആളുകൾക്കും അതേക്കുറിച്ച് അറിയൂല. ഏതെക്കുറിച്ച്? ഇതിനിടയിലുള്ള ചില അവ്യക്തമായ കാര്യമുണ്ട്. ഹലാൽ ഏതാ, ഹറാം ഏതാ, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് തിരിയാത്ത ചില സംഗതികളുണ്ട്. ലാ യഅലംഹുന്ന കസീറും മിനന്നാസ്, മുസ്ലിമീങ്ങളിൽ 90% അതറിയൂല. 90% എന്നുള്ള ഞാൻ വെച്ച അർത്ഥമാണ്. കസീറും മിനന്നാസ് എന്നാ പറഞ്ഞത്, ഭൂരിഭാഗത്തിനും അറിയൂല. ഈ ഹദീസ് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല ഫത്ഹുൽ ബാരിയിൽ അതിനർത്ഥം പറയുന്നു. കൂടുതൽ ആളുകൾക്കും അറിയില്ല എന്ന് റസൂല് പറഞ്ഞത് മനസ്സിലാക്കാൻ കുറച്ച് ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ആർക്കും തിരിയൂല എന്നാണല്ലോ പറയാ. വഖലീലും മിനന്നാസി, ജനങ്ങളിൽ നിന്ന് ചെറിയ ഒരു ന്യൂനപക്ഷത്തിന് ഈ അവ്യക്തമായ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തിയുണ്ട്. വഹുമുൽ മുജ്തഹിദൂൻ, വഹുമുൽ മുജ്തഹിദൂൻ, വഹുമുൽ മുജ്തഹിദൂൻ. ഈ അവ്യക്തമായ കാര്യങ്ങൾ തിരിയുന്നത് മുജ്തഹിദുകളാണ്, മദ്ഹബിന്റെ ഇമാമുകളാണ്. അള്ളാഹുവിന്റെ കിതാബിലും തിരുസുന്നത്തിലും നല്ല അവഗാഹമുള്ള ഇമാമുകൾക്കാണ് ഈ കാര്യങ്ങൾ തിരിയുക. അവരത് അതിനനുസരിച്ച് ഓരോ വിഷയവും വരുമ്പോൾ പഠനം നടക്കണമല്ലോ. പൊക്കെ ഖുർആനിലുണ്ടെന്ന്. അപ്പൊ എന്നോട് ഇന്നാൾ ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരാളൊരു ചോദ്യം ചോദിച്ചു, ഉസ്താദേ ഈ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് ഉണ്ടല്ലോ, കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് ഒക്കെ പുതുപുത്തൻ കണ്ടെത്തലുകളാണല്ലോ. അപ്പൊ റൂമൊക്കെ അടച്ചു പൂട്ടിയിട്ട് ഈ ബാറ്റ് കൊണ്ട് കൊതുകിനെ അടിക്കുക. അടിക്കുമ്പോൾ അത് കരിയാണ്. അതുകൊണ്ട്
കരിക്കാൻ പാടില്ല. അഗ്നി കൊണ്ടും വെള്ളം കൊണ്ടും അതിൻ്റെ അല്ലാതെ വേറെ ആർക്കും ശിക്ഷിക്കാൻ അധികാരമില്ല എന്ന് ഹദീസുണ്ട്. വെള്ളം കൊണ്ടും തീ കൊണ്ടും ശിക്ഷിക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ജീവിയെയും അഗ്നി കൊണ്ട് കരിക്കാൻ പാടില്ല, വെള്ളത്തിലിട്ട് കൊല്ലാം. ചിലർ എലിയൊക്കെ കുടുങ്ങിയാൽ, എലിപ്പത്തായത്തിൽ എലി കുടുങ്ങിയ ചില ആളുകൾ കൊണ്ടിട്ട് വെള്ളത്തിൽ മുക്കും. ഹറാമാണത്, ചെയ്യാൻ പാടില്ല. വെള്ളം കൊണ്ടും തീ കൊണ്ടും ഒന്നിനെയും കൊല്ലാൻ പാടില്ല അതിൻ്റെ റബ്ബിനല്ലാതെ. ഇപ്പൊ ബാറ്റ് കൊണ്ട് അടിക്കുമ്പോൾ ഇവിടെ ഇത് കരിയുന്നുണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, തീ കൊണ്ടൊരു ജീവിയെ, കൊതുകിനെ ആയാലും തീ കൊണ്ടൊരു ജീവിയെയും കൊല്ലാൻ പാടില്ല. പിന്നെ ഇവിടെ അത് കരിഞ്ഞിട്ടാണോ തീ സ്പർശനം കൊണ്ടാണോ ചാകുന്നത് അല്ലാതെയാണോ ചാകുന്നത്, ഒരു ഗവേഷണം നടത്തണം. ആ ഗവേഷണം നടത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ കേരളത്തിലെ പ്രസിദ്ധരായ ഗവേഷകന്മാർ, ഇന്നുള്ള ഗവേഷകന്മാർ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു തന്നു അതിന് ഉത്തരം. ഈ സ്പാർക്കിങ്, ഇതിന്റെ ഈ ഇലക്ട്രിക് സ്പാർക്കിങ് തട്ടുമ്പോൾ ആ സാധനം ചാവുന്നുണ്ട്. പിന്നെ ഇത് എല്ലാ നെറ്റിലും തട്ടുമ്പോഴാണ് ഇത് കരിയുന്നത്. അപ്പൊ മരണം ആദ്യം സംഭവിക്കുന്നു. മരണം സംഭവിച്ചതിന് ശേഷമാണ് പിന്നെ ഇത് കരിഞ്ഞു പോകുന്നത്. അതും തീയല്ല, ഇലക്ട്രിക്കാണ്. അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ലാന്ന് ഒരു ഫത്വ കിട്ടി. ഇനി നിങ്ങൾക്ക് ഇതിന് ഗവേഷണം ചെയ്യുക. ഇതൊരു പുതിയ സംഭവമായിട്ട് ഇത് ഖുർആൻ പറഞ്ഞ മാതിരി ഖണ്ഡിതമായി അണ്ണാക്ക് തുടങ്ങാതെ വിഴുങ്ങണമെന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ആ പണ്ഡിതൻ പറഞ്ഞത്, ബാറ്റ് തട്ടുമ്പോൾ തന്നെ, കറണ്ട് വരുമ്പോൾ തന്നെ ഇയാൾ ചാകുന്നുണ്ട്, പിന്നെ ആണിത് കരിയുന്നത്. അതുകൊണ്ട് തീയിലിട്ട് കരിക്കുന്നതിൻ്റെ വിധി, നിഷിദ്ധമായ വിധി ഇവിടെ വരില്ല എന്നാണ് ആ പണ്ഡിതൻ തന്ന ഫത്വ. അപ്പോൾ ഓരോ പുതുപുത്തൻ കാര്യങ്ങൾ വരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മഹാന്മാരായ മുജ്തഹിദുകൾ, 4 മദ്ഹബിന്റെ ഇമാമുകൾ ക്രോഡീകരിച്ച് വെച്ചത് മുന്നിൽ വെച്ച് അത് കമ്പയർ ചെയ്തിട്ട് അത് മാനദണ്ഡമാക്കി നമുക്ക് വിധി പുറപ്പെടുവിക്കാം. അപ്പോ ഹദീസ് എന്താ പറഞ്ഞത്? ഹലാലും ഹറാമും വ്യക്താണ്, സ്പഷ്ടാണ്. അതിനിടയിൽ അവ്യക്തമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എല്ലാവർക്കും തിരിയൂല. അത് തിരിയുന്ന ആളുകൾക്ക് മാത്രമേ തിരിയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തിരിയുന്ന ആളുകളാണ് മുജ്തഹിദുകൾ, മദ്ഹബിന്റെ ഇമാമുകൾ. അതുകൊണ്ടാണ് നാം അവരുടെ വീക്ഷണത്തെ പിന്തുടരുന്നത്. അപ്പൊ മനസ്സിലായോ ചോദ്യത്തിന് ഉത്തരം? ഖുർആനും ഹദീസും മുന്നിലുണ്ടായിട്ട് എന്തിനാ ഈ ഇമാമിന്റെ വീക്ഷണത്തിന്റെ പിന്നാലെ പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം മനസ്സിലായോ? കുറച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറ്റൂല. ഖുർആനും ഹദീസും തനതായ നിലയ്ക്ക്, സത്യസന്ധമായ നിലയ്ക്ക് ഗ്രഹിക്കാൻ ഇന്നുള്ള മാർഗം അതുമാത്രമാണ്. അതുകൊണ്ടാണ് മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞതിനനുസരിച്ച് നീങ്ങുന്നത്. ഒന്ന്. രണ്ടാമത്തെ മറുപടി, വിശുദ്ധ ദീനിന് 2 തലങ്ങളുണ്ട്. ഒരു തലം ഉസൂലാണ്, അടിസ്ഥാന കാര്യം, ഇസ്ലാമിന്റെ മൗലികാദർശങ്ങൾ. ഇസ്ലാമിന്റെ മൗലികാദർശങ്ങൾ ഓരോ മുസ്ലിമും നിർബന്ധമായി, ഖണ്ഡിതമായി വിശ്വസിച്ച് അംഗീകരിക്കൽ നിർബന്ധമായ കാര്യങ്ങളാണ് ഉസൂൽ, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ. ഇതിന് അഖായിദ് എന്ന് പറയും, വിശ്വാസ കാര്യങ്ങൾ. ഉദാഹരണം, ഷഹാദത്ത് കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇക്കാര്യത്തിൽ ഇജ്തിഹാദിനോ തഖ്ലീദിനോ ചർച്ചകൾക്കോ വ്യത്യസ്താഭിപ്രായങ്ങൾക്കോ വീക്ഷണ വൈജാത്യങ്ങൾക്കോ പഴുതില്ല. എല്ലാവരും ഒരു തരത്തിൽ ഒരേ രീതിയിൽ വിശ്വസിച്ച് അംഗീകരിക്കൽ നിർബന്ധമായ വിശുദ്ധ ദീനിന്റെ മൗലികാദർശങ്ങൾ. ഇവിടെ ഇജ്തിഹാദില്ല, ഇവിടെ മദ്ഹബില്ല, ഇവിടെ തർക്കല്ല, അഭിപ്രായ വ്യത്യാസമല്ല, 2 അഭിപ്രായമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വാസക്കാര്. അല്ല ഉസ്താദെ, വിശ്വാസ കാര്യങ്ങൾ അശാരി ഇമാമിന്റെ ത്വരീഖത്ത് അല്ലെങ്കിൽ മാതുരിദി ഇമാമിന്റെ മദ്ഹബ് സ്വീകരിക്കണം എന്നൊക്കെ ഇവിടെ ചില ആളുകൾ വഴതു പറയുന്നുണ്ടല്ലോ. അതെന്താ സംഭവം? അത് 2 അഭിപ്രായം എന്നല്ല. 2 ഇമാമുകൾ അഖീദയെ ക്രോഡീകരിച്ചു. അതിന് ഉസൂലിൽ ഒരു തർക്കമില്ല, ഭിന്നതയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ അർത്ഥം പറഞ്ഞു കൊടുത്തൊന്നും ഒരു വ്യത്യാസമില്ല. 2 ഇമാമുകൾ ക്രോഡീകരിച്ചു. 2 ഇമാമ് പറഞ്ഞ കിതാബ് അനുസരിച്ച് വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. ഏതായാലും കുഴപ്പമില്ല. അവിടെ അടിസ്ഥാന വിഷയങ്ങളിൽ, ഉസൂലിൽ, ദീനിൽ തർക്കം പാടില്ല. അവിടെ ഗവേഷണത്തിന് പഴുതില്ല. അതങ്ങനെ തന്നെ നിൽക്കും, ഷഹാദത്ത് കലിമയുടെ കാര്യം പോലെ. മറ്റൊരു തലമാണ് ഫുറൂഇയാത്ത്, ശാഖാപരമായ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ഖണ്ഡിതമായി വിശ്വസിച്ച് അംഗീകരിക്കൽ നിർബന്ധമില്ലാത്ത കർമാനുഷ്ഠാന കാര്യങ്ങൾ. അതിന് അമലിയാത്ത് എന്ന് പറയും, കർമ്മകാര്യങ്ങൾ. ഏതുപോലെ? സ്വന്തം ഭാര്യയെ തൊട്ടാൽ വുളൂ മുറിയുമോ ഇല്ലയോ? സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഉണ്ടോ ഇല്ലയോ? റമളാനിലെ തറാവീഹ് 20 ആണോ അല്ലയോ, അതുണ്ടോ ഇല്ലയോ?
ഇതൊന്നും ഖണ്ഡിതമായി വിശ്വസിച്ച് അംഗീകരിക്കൽ ഒരു മുസ്ലിമിനും നിർബന്ധമല്ല. ഭാര്യയെ തൊട്ടാൽ ഉളു മുറിയുമെന്ന് ഖണ്ഡിതമായി വിശ്വസിച്ച് അംഗീകരിക്കൽ നിർബന്ധമല്ല, മുറിയില്ല എന്നും വിശ്വസിക്കൽ നിർബന്ധമല്ല. എന്ന് വച്ചാൽ ഇത് ഇജ്തിഹാദിന് പഴുതുള്ള, ചർച്ചകൾക്ക് വകുപ്പുള്ള, അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ചാൻസുള്ള ദീനിന്റെ ശാഖാപരമായ കാര്യങ്ങൾ ആകുന്നു. ഇവിടെയാണ് മദ്ഹബുകൾക്ക് പണി, ഇവിടെയാണ് മുജ്തഹിദുകളായ ഇമാമുകൾക്ക് ജോലി. എവിടെ? ഇതെന്തുകൊണ്ടാ ഗവേഷണം ചെയ്യേണ്ടി വന്നത്? ഇമാം വസ്സാലി റഹിമഹുല്ല പറയുന്നുണ്ട്, പ്രമാണങ്ങളിൽ വസ്തുനിഷ്ഠമായി കാണാത്ത കാര്യങ്ങളിലാണ് ഇജ്തിഹാദ് നടക്കുന്നത്. ഖുർആനിലും ഹദീസിലും കൃത്യമായി വിധികൾ കാണാത്ത കാര്യങ്ങളിലാണ് ഗവേഷണം നടക്കുന്നത്. കൃത്യമായിട്ട് കണ്ടാൽ പിന്നെ ഗവേഷണത്തിന് ആവശ്യമില്ല. ഒന്നും വേണ്ട, ഭാര്യയെ തൊട്ട ഉളു മുറിയോ മുറിയില്ലേ? ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല പറയുന്നു മുറിയൂല, ഇമാമുന ശാഫിഈ റഹിമഹുല്ല പറയും മുറിയും. എങ്ങനെ ഇത് വന്നത്? എല്ലാവർക്കും ഖുർആൻ ഔ ലാമസ്തുമുൻ നിസാ, സ്ത്രീ സ്പർശനം നടന്നാൽ നിങ്ങൾ വുളൂ ചെയ്യണമെന്ന് ഖുർആനിൽ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ ലാമസ എന്ന് പറഞ്ഞാൽ സ്പർശനം തന്നെ, ലംസ് തൊടലാണ്. സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വുളൂ ചെയ്യണമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റ ആയിഷയിൽ, ആയിഷ ബീവിയുടെ റൂമിൽ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ചെറിയ ഇടുങ്ങിയ റൂമല്ലേ. മുന്നിൽ കിടക്കുമ്പോൾ കുറേ നേരത്തെ നീണ്ട ഖുർആനോത്തും നൃത്തമൊക്കെ കഴിഞ്ഞ് ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് പോകുമ്പോൾ ആയിഷ ബീവി പറയും, എൻ്റെ കാല് അലക്ഷ്യമായി സുജൂദിന്റെ സ്ഥാനത്തേക്ക് നീണ്ടുപോയിട്ടുണ്ടാവും. അപ്പം നബി തങ്ങളിൽ തട്ട് തരുമ്പോൾ ഞാൻ കാല് വലിച്ചു കൊടുക്കും സുജൂദ് ചെയ്യാൻ. ഹബീബ് സുജൂദ് ചെയ്യും. സുജൂദൊക്കെ കഴിഞ്ഞ് വീണ്ടും നൃത്തത്തിലേക്ക് വന്നാൽ പഴയ പടി ഞാൻ ഉറക്കത്തിൽ അലക്ഷ്യമായി എൻ്റെ കാല് നീട്ടിയിട്ടുണ്ടാവും. അപ്പോഴും തട്ടും. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല പറഞ്ഞു, കണ്ടോ ഇവിടെ ഈ ലാമസാറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുക, അത് ലൈംഗിക വീഴ്ചയെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയെ കൈ കൊണ്ട് തൊടുക, തൊലി തമ്മിൽ ചേരുക, ഈ കേസിൽ വുളൂ പോകൂല എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം ഇജ്തിഹാദ് കൊണ്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഇമാമുന ശാഫി ഈ ഹദീസ് കണ്ടിട്ടില്ലേ? ആയിഷ ബീവി കാല് നീട്ടിയതും റസൂലുള്ളാഹി തട്ടിയൊന്നും കണ്ടിട്ടില്ലേ? ഇമാമുന ശാഫി റഹിമഹുല്ല ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു, ശരി, തട്ടിയിട്ടുണ്ട്, തട്ടിയത് തൊലിപ്പുറത്തല്ല, മുണ്ടുരിഞ്ഞിട്ടൊന്നല്ലല്ലേ ഈ രാത്രി കിടക്കുക, മുണ്ടെടുത്തിട്ട് ഡ്രസ്സ് ഇട്ടല്ലേ കിടക്കുക. അപ്പൊ ആ ഡ്രസ്സിന്റെ മുകളിലാണ് തൊടുന്നത്, അതുകൊണ്ട് വുളൂ മുറിഞ്ഞിട്ടില്ല. ഡ്രസ്സിന്റെ മുകളിൽ ഭാര്യയെ തൊട്ടാ മുറിയൂല. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ ആയിഷ ബീവിയെ തട്ടിയത് ഡ്രസ്സിന്റെ മുകളിലാണ്. അല്ലെങ്കിലും സൂക്ഷ്മത ഭാര്യയെ തൊട്ട വുളുണ്ടാക്കലാണ്. കാരണം ഭാര്യ എന്ന് പറഞ്ഞാൽ അതാണല്ലോ. എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞത് എന്താ അറിയോ? ഭാര്യയെ തൊട്ടിട്ട് വുളു മുറിയണില്ലേ, എന്നാൽ പെട്ടെന്ന് അവളെ ഡൈവോഴ്സ് ചെയ്യണം, ഇനി അധികം നിർത്താൻ പറ്റൂല. മനസ്സിലായില്ല? അല്ലെങ്കിൽ ഇപ്പം എന്താവും, ഭാര്യയായിട്ട് കുശലാന്വേഷണങ്ങളും ശൃംഗാരമൊക്കെ നടത്തിയിട്ട് അല്ലേ തൊട്ടും തടവിൻ തലോടിയൊക്കെ എന്നിട്ട് നിസ്കരിക്കാൻ പോവാ, അത് സുഖമല്ലല്ലോ. ഇതുകൊണ്ടാണ് ഇമാമുന ശാഫി പറഞ്ഞത് സ്പർശന വുളു മുറിക്കും കേട്ടോ. ഇനി മുറിക്കൂലെന്ന് നിങ്ങൾ ആരെങ്കിലും അബൂ ഹനീഫ ഇമാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോയാൽ ഇവിടെ ഒരു ഹലാക്കില്ല, നിങ്ങൾ സത്യത്തില സൽസരണിയില, ഒരു കുഴപ്പമില്ല. എങ്ങനെ ഇതുണ്ടായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖണ്ഡിതമായി പറഞ്ഞിട്ടില്ല. സ്വന്തം കെട്ടിയോളെ തൊട്ടാൽ ഉളു മുറിയുമെന്നോ മുറിയില്ല എന്നോ വസ്തുനിഷ്ഠമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുജ്തഹിദുകൾ എന്ത് ചെയ്തു? പ്രമാണങ്ങളെല്ലാം പരതിയിട്ട് ഓരോ ഇമാമുകൾക്കും കിട്ടുന്നത് അവരത് വസ്തുനിഷ്ഠമായി സമൂഹത്തിന്റെ മുമ്പാകെ പ്രഖ്യാപിച്ചു. മുറിയുമെന്ന് പറഞ്ഞത് ശരിയാണ്, മുറിയില്ല എന്ന് പറഞ്ഞതും ശരിയാണ്. ഇതെങ്ങനെ രണ്ടും ശരിയാവുക? കുറെ നേരമായി മൊയ്ലേര് അത് ശരിയാണ്, ഇതും ശരിയാണ്, അതും ശരി. സത്യത്തിൽ ഏതാത് ശരി അല്ലേ? എല്ലാം ശരിയാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് തന്നു. ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, എന്റെ ഉമ്മത്തിലെ പണ്ഡിതരുടെ ശാഖാപരമായ വീക്ഷണ വൈജാത്യം, വ്യത്യസ്താഭിപ്രായം എന്റെ ഉമ്മത്തിന് അനുഗ്രഹമായിരിക്കും. ഖാല റസൂലുള്ളാഹി. മനസ്സിലായോ? എന്റെ ഉമ്മത്തിലെ ആലിമീങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായം എന്റെ ഉമ്മത്തിന് സൗകര്യമായിരിക്കും. ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൻ എന്ന് ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുവത്തയിലും കാണാം. ഇമാമീങ്ങളുടെ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം റഹ്മത്തുൻ, അത് അനുഗ്രഹമാണ്. അനുഗ്രഹമാണ്. എങ്ങനെ അനുഗ്രഹം എന്നത്? ഞാനൊരു ചോദ്യം ചോദിക്കൊരു ഉദാഹരണം. ഒരു ഒറ്റ വരിപ്പാത റോഡിനെ 4 ലൈൻ ആക്കുമ്പോൾ, 4 വരിപ്പാതയാക്കുമ്പോൾ
ആരെങ്കിലും പറയോ ഇതാ റോഡിനെ തട്ടുതിരിച്ചിരിക്കുന്നു, സഞ്ചാരികളെ ഭിന്നിപ്പിച്ചിരിക്കുന്നു? ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ? ഒരു ഒറ്റവരി റോഡിനെ 4 ലൈനാക്കി ആരെങ്കിലും വന്ന് പറയോ റോഡ് തട്ട് തിരിച്ചു, തെറ്റായിപ്പോയി, സഞ്ചാരികളൊക്കെ ഭിന്നിപ്പിച്ചു? പറയുന്ന ആൾക്കാരുണ്ട്. റോഡ് വീതി വിട്ടുമ്പോൾ പറയും പുല്ല് പോവില്ലേ റോഡ് സൈഡിലുള്ളത്, പരിസ്ഥിതി പ്രശ്നമാക്കും, അങ്ങനെ ഇൻഖുലാബ് സിന്ദാബാദ് പറഞ്ഞവരല്ലേ. പാടത്ത് പൂട്ടുന്ന കർഷകർ കരിയും നഖവും കന്നാലികളെയൊക്കെ വെച്ച് പൂട്ടി ഉഴുതുമറിക്കുന്ന കാലം ഒരു ട്രാക്ടർ വന്നപ്പോൾ പറഞ്ഞു തൊഴിലാളികൾക്ക് പണി ഉണ്ടാവില്ല, തുലയട്ടെ ട്രാക്ടർ തുലയട്ടെ, ഇൻഖുലാബ് സിന്ദാബാദ്. കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞു സാമ്രാജ്യത്വ ഉൽപ്പന്നം, ഇത് പറ്റൂല, കെട്ടിക്കണം, ഇൻഖുലാബ് സിന്ദാബാദ്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ വിപ്ലവം പറയുന്ന ആൾക്കാർ അവരെ ഓഫീസിൽ കമ്പ്യൂട്ടർ കൊടുന്നു വെച്ചു. ഓരോ പാർട്ടിയുടെ കെയർ ഓഫിൽ ട്രാക്ടർ വാങ്ങി. അതുപോലെ റോഡ് വികസിപ്പിക്കുമ്പോൾ പുല്ല് പോവും, പരിസ്ഥിതി പ്രശ്നമാവും, മാത്രമല്ല കേരളത്തിന്റെ ഭംഗി പോവും, ഇങ്ങനെയൊക്കെ പറയുന്ന ഇതുപോലെയാണ് ഈ മദ്ഹബിനെ വിമർശിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. ഇമാമിയങ്ങൾ ചെയ്തത് ഇസ്ലാമിന്റെ രാജപാതയെ അവർ വിശാലമാക്കി. 4 ട്രാക്കുകൾ, ഏത് ട്രാക്കിലൂടെയും ലക്ഷ്യത്തിലേക്ക് ഓടാം. ശാഖാപരമായി 4 ട്രാക്കുകളുണ്ട്, ഏത് ട്രാക്കിലൂടെയും ലക്ഷ്യത്തിലെത്താം. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ട്രാക്കുകൾ മാറുകയും ആകാം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഒരു ശാഫിഈ മദ്ഹബുകാരന് വേണമെങ്കിൽ ഹനഫി മദ്ഹബുകാരനാകാം, ഹനഫി മദ്ഹബുകാരന് വേണമെങ്കിൽ മാലിക്കി മദ്ഹബിലേക്ക് വരാം, മാലിക്കി മദ്ഹബിൽ നിന്ന് വേണമെങ്കിൽ ഹംബലി മദ്ഹബിലേക്ക് വരാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 4 മദ്ഹബിലെയും ആനുകൂല്യങ്ങൾ മാത്രം പറ്റി 5ാമത്തെ ഒരു മദ്ഹബ് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവിടെ ചില ആൾക്കാർ ചെയ്യുന്നത്. ഭാര്യനെ തൊട്ട ഉദു മുറിയില്ല എന്ന് പറഞ്ഞ കേസിൽ ഞാനിപ്പോൾ തൽക്കാലം ഇമാം അബു ഹനീഫ ഇമാമിൻ്റെ ഒപ്പാണ്, അതുകൊണ്ട് ഞാൻ തൊടും. എടോ, ഇമാം അബു ഹനീഫാൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പുറത്തുള്ള ഹൗദൊന്നും ഉതുണ്ടാക്കിയ ഉദു ശരിയാവില്ല, ഈ ഹൗദ് വേണ്ടി വരും. കൈയിട്ട് ഉദു ചെയ്യണമെങ്കിൽ വെളിയിലൊരു ഹൗദുണ്ടല്ലോ, അത് ഉതുണ്ടാക്കിയാൽ ശരിയാവില്ല, ഈ ഇമാം ഷാഫി പറഞ്ഞനുസരിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് പുറത്തുള്ള ഹൗദൊന്ന് ഉതുണ്ടാക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ എല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ട് സ്വന്തം മദ്ഹബ് നരകത്തിലേക്കാ പോവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് ഇസ്ലാമിന്റെ രാജപാതയെ മഹാന്മാരായ ഇമാമുകൾ വിശാലമാക്കുകയാണ്. ഈ ദീനെന്നാൽ, ഈ ശരീഅത്ത് എന്നാൽ ഇത് രാജപാതയാണെന്ന് അള്ളാഹു ഖുർആനിലൂടെയും പറഞ്ഞു. ഇതൊരു വഴിയാണ്, 4 ലൈൻ വഴി. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ അള്ളാഹു പറയാണ്. സൂറത്ത് മാഇദയുടെ 48ാമത്തെ ആയത്താണ്. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾക്കൊക്കെ വ്യത്യസ്ത വഴികളും വ്യത്യസ്ത ശരീഅത്തുകളുമാണ് ഞാൻ നിയമമാക്കിയത്. അല്ലേ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്കുണ്ടായിരുന്ന ശരീഅത്താണോ ഇന്നുള്ളത്? മൂസാ നബിയുടെ ജനതയുടെ ശരീഅത്തായിരുന്നോ ഈസാ അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നത്? നിയമമൊക്കെ ഒന്നാണെന്ന് പറഞ്ഞാലും ആ നിയമം തജ്ദീദ് ചെയ്തില്ലേ? മാറ്റത്തിരുത്തലുകൾ പലതും വന്നില്ലേ? അതുപോലെ അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ ശരീഅത്ത് വേറെ ശരീഅത്തേന്ന് നിയമം. 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്നുള്ളത് ഈ ഉമ്മത്തിന്റെ മാത്രം ശരീഅത്താണ്. ഇസ്രായേലിലെ സ്വർഗാവകാശികളായ മുസ്ലിമീങ്ങൾ ആരും 5 വക്ത് നിസ്കരിച്ചവരല്ല. പറഞ്ഞ മനസ്സിലാവുണ്ടോ? അള്ളാഹു പറയാണ് ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. നിങ്ങളിൽ ഓരോരുത്തർക്കും നാം ഓരോ വഴികൾ ഉണ്ടാക്കി, ഓരോ നിയമങ്ങൾ ഉണ്ടാക്കി. വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദ. അള്ളാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരെയും, ആദമിന്റെ മക്കളെ മുഴുവൻ ഒരൊറ്റ നിയമത്തിന് കീഴിൽ ഞാൻ കൊണ്ടുമായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആദം നബിന്റെ മക്കളെല്ലാവർക്കും ദീനിൽ ഒരു നിയമം ആക്കുമായിരുന്നു. പക്ഷെ ഉദ്ദേശിച്ചില്ല, അള്ളാഹു ഉദ്ദേശിച്ചില്ല. വലാകിൻ ലിയബ്ലുവകും ഫീമാ ആതാകും. ഓരോരുത്തർക്കും നൽകപ്പെട്ടതിൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടി വിഭിന്നമാക്കി, ശരീഅത്ത് വ്യത്യസ്തമാക്കി, നിയമം വ്യത്യസ്തമാക്കി. കാരണം 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യന്റെ സാഹചര്യമല്ല ഇന്നത്തെ മനുഷ്യൻ്റെത്. നിയമം മാറേണ്ടി വരും, കാലികമായ മാറ്റങ്ങൾ വേണ്ടി വരും. വലാകിൻ ലിയബ്ലുവകും ഫീമാ ആതാകും. നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ഓരോ കാലത്തിനനുസരിച്ച നിയമങ്ങൾ തന്ന് പരീക്ഷിക്കുകയാണെന്ന് അള്ളാഹു പറയുന്നു. ഫസ്തബിഖുൽ ഖൈറാത്ത്. നിങ്ങൾ ചർച്ചക്കും കോലാഹലത്തിനൊന്നും പോകാതെ ഖൈറിലേക്ക് മുന്നേറൂ. ഇലല്ലാഹി മർജിഉകും ജമീഅ. നിങ്ങളൊക്കെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും. മരിച്ചാൽ അങ്ങോട്ടാ വരിക.
ഫയുനബ്ബിഉകും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. നിങ്ങൾ ഈ തമ്മിത്തല്ലും ഈ വഴക്കും വക്കാണവും മദ്ഹബ് ശരിയല്ല, ഇമാമുകളൊന്നും ശരിയല്ല, അവർക്കൊക്കെ തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവർക്കുള്ളത് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ആകത്തുക നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താ? അള്ളാഹു ഓരോ സമുദായങ്ങൾക്കും വ്യത്യസ്ത നിയമമാണ് കൊടുത്തത്. അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമം ഒന്ന്, അത് ഖുർആന്റെ നിയമമാണ്. നിങ്ങൾ നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം കുറഞ്ഞ കാലഘട്ട വ്യത്യാസമുള്ളൂ. അതിന്റെ മുമ്പുള്ള പ്രവാചകൻ വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈസാ നബി അലൈഹി 500 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. ഏതാണ്ട് 500 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. ഈ 500 കൊല്ലം കൊണ്ട് നിയമത്തിൽ മാറ്റം വന്നു. ഇനി 1500 കൊല്ലമായിട്ടും നിയമം മാറിയിട്ടില്ല. ഇനി 3000 കൊല്ലാണെങ്കിലും നിയമം മാറൂല, 5000 കൊല്ലാണെങ്കിലും നിയമം മാറൂല. പക്ഷേ കർമാനുഷ്ഠാന കാര്യങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളും വ്യത്യസ്ത വകുപ്പുകളും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് അള്ളാഹു കിതാബ് ഇറക്കിയത്, മുത്തുനബി സുന്നത്ത് പഠിപ്പിച്ചത്. ഇജ്തിഹാദിന് പഴുത് കൊടുക്കാണ്. ഇജ്തിഹാദിന് പഴുത് കൊടുക്കാണ്. ലോകം വികസിക്കുമ്പോൾ ഖുർആൻ വെച്ചവർ ചിന്തിക്കട്ടെ, സുന്നത്ത് വെച്ച് ചിന്തിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മദ്ഹബുകൾ എന്ന് പറയുന്നത് ഖുർആനിനും സുന്നത്തിനും വിരുദ്ധമായ സമാന്തര സരണികളല്ല, ഖുർആനിനും സുന്നത്തിലും അധിഷ്ഠിതമായ വീക്ഷണങ്ങളാണ്, ഇജ്തിഹാദുകളാണ്. അത് മുസ്ലിം ലോകം അംഗീകരിച്ചതാണ്. ഉത്തമ നൂറ്റാണ്ടിലുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേന വാരി പുണർന്നതാണ്.